നമസ്കാരം. ഹണി റോസിന്റെ പരാതിയിൽ ജയിലിൽ കഴിഞ്ഞ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായത്. ജാമ്യം അനുവദിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങിയെങ്കിലും ഇന്നലെ ജയിൽ മോചിതനാകാൻ ബോബി തയ്യാറായിരുന്നില്ല. ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയ പരാമർശത്തിൽ താരത്തെ എതിർത്തും അനുകൂലിച്ചുമുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ്. അതിനിടയിൽ ഇദ്ദേഹത്തിന്റെ പഴയ ചില വീഡിയോകളും വീണ്ടും വൈറലാകുന്നുണ്ട്. മുൻപ് നടി ശ്വേതാ മേനോൻ ബോബി ചെമ്മണ്ണൂരിനൊപ്പം വേദി പങ്കിടുകയും അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്ന അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയാണ് വേദിയിൽ ശ്വേത വാഴ്ത്തിയത്. ഞാൻ ആദ്യം കാണുമ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്ന സമയമല്ല. പുള്ളിയെ കാണുമ്പോൾ ആളുകൾ കേൾക്കുന്നത് കോൺകോർ ദി വേൾഡ് വിത്ത് ലവ് എന്നാണ്. എന്നാൽ അദ്ദേഹം അത് തന്നെയാണ് പ്രകടമാക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പാലിക്കും. അതൊരു വലിയൊരു കാര്യമാണ്. കാശുണ്ടാക്കുന്നവർ പുറലോകവുമായി ബന്ധം പുലർത്താതിരിക്കുകയാണ് ചെയ്യുക. എന്നാൽ മൂപ്പർ എത്ര കാശുണ്ടാക്കുന്നതോ അത്രയും തിരിച്ചും സൊസൈറ്റിക്കും കൊടുക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. എന്റെ അമ്മയെ നോക്കുന്ന നഴ്സുണ്ട്, ഫസീല ചേച്ചി. ആ ചേച്ചി ഇദ്ദേഹത്തിന് വളരെ വലിയ ഫാനാണ്. ഇദ്ദേഹം വാഹനങ്ങളും പൈസയും ഒക്കെ കൊടുത്ത് ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ കാശുണ്ടാക്കിയാലും ആളുകളെ സഹായിക്കില്ല. നമ്മൾ പൊതുവെ പിശുക്കന്മാരായിരിക്കും. എന്നാൽ അതിലൊക്കെ വ്യത്യസ്തമാണ് ബോച്ചെ. അതിൽ അഭിനന്ദനങ്ങൾ ബോച്ചെ എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. ഐ ലവ് യു ബോച്ചെ എന്ന് സ്നേഹത്തോടെ ശ്വേത പറയുമ്പോൾ രോമാഞ്ചം എന്നായിരുന്നു ബോച്ചയുടെ മറുപടി. അന്ന് ഇതേ ഉദ്ഘാടന വേളയിൽ വെച്ചാണ് ശ്വേതയ്ക്ക് ബോബി ചെമ്മണ്ണൂർ 40 ലക്ഷത്തിന്റെ ഒരു ഡയമണ്ട് നെക്ലസ് മാല അണിയിച്ചത്. ഹണി റോസിനെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അപമാനിച്ചത് ന്യായീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു താക്കീത് മാത്രം നൽകിയാൽ മതിയെന്നായിരുന്നു ചിലരുടെ കമന്റ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കുക. കാലങ്ങൾക്ക് ശേഷം പ്രതികരിക്കുന്ന രീതി ശരിയല്ല. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുകളുണ്ട്. എന്നാലും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ബോച്ചെ മാത്രമെന്നുമാണ് കമന്റുകൾ. അതേസമയം ജയിലിലായിരുന്ന ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി 10 മിനിറ്റിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കിയാണ് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കിയത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ അസാധാരണ നീക്കവുമായി ഹൈക്കോടതി നടപടി തുടങ്ങിയതിന് പിന്നാലെയാണ് ജയിലിൽ പുറത്തിറക്കിയത്. ഇന്നലെ ജാമ്യം ലഭിച്ചെങ്കിലും ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരുകയായിരുന്നു. ഇതിനിടെ ബോബിയുടെ അനുയായികൾ കാക്കനാട് ജയിലിന് പുറത്ത് തടിച്ചുകൂടുകയും ചെയ്തിരുന്നു. ജാമ്യം ലഭിച്ചതിനു ശേഷമുള്ള സംഭവ വികാസങ്ങളിലാണ് കോടതി സ്വമേധയാ കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചത്. പ്രതിഭാഗം അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കർശന ഉപാധികളോടെയാണ് ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. രാത്രി 7:30യോടെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയം അനുവദിച്ചിരുന്നത്. ഇന്നലെ ഇയാൾ ജയിൽ മോചിതനാകുമെന്ന പ്രതീക്ഷയിൽ നൂറുകണക്കിന് ആളുകളാണ് ജയിൽ കവാടത്തിന് പുറത്ത് തടിച്ചുകൂടിയത്. ആൾക്കൂട്ടം മുദ്രാവാക്യം വിളിക്കുകയും പ്ലക്കാർഡ് ഉയർത്തുകയും ചെയ്തിരുന്നു. പ്രതിഭാഗത്തിന്റെ ഈ നടപടികളിൽ ഹൈക്കോടതിക്ക് അതൃപ്തിയുണ്ടെന്നാണ് വിവരം. ഇതേ തുടർന്ന് കേസ് വീണ്ടും പരിഗണനയ്ക്ക് എടുക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ബുധനാഴ്ച രാവിലെ 10:15 പ്രതിഭാഗം അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. ഇതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ തിരക്കിട്ട് ജയിലിൽ നിന്ന് പുറത്തെത്തിച്ചത്. വിവിധ കേസുകൾ പ്രതിയായി ജയിലിൽ കഴിയുന്നവരിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാനാകാത്തവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ഇയാൾ ജയിലിൽ തുടർന്നത്.